എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ചുട്ടെടുക്കുന്നത് കണ്ടാലോ? നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ കശുവണ്ടി ചുടാനായിട്ട് എടുക്കുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ കശുവണ്ടി ചുടുന്നത് കേട്ടോ. നമുക്ക് കശുവണ്ടി ചുടാം. അപ്പോൾ ഇത് ഈ കാണുന്ന കേട്ടോ നമുക്ക് ചുട്ടെടുക്കാന്നുള്ള നമ്മുടെ കശുവണ്ടി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് ചുട്ടെടുക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചട്ടിയിൽ ചുട്ടെടുക്കുകയാണ് എന്നുള്ളത്. ആ പ്ലാനൊന്ന് ഞാൻ മാറ്റി. കാരണം ചട്ടിയിൽ ചുട്ടെടുക്കുന്നത് കുറച്ചധികം റിസ്ക് ഉള്ള കാര്യമാണ്, കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ അറിയാത്തവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പ്രശ്നമാണെന്നാണ് ഇവർ പറയണത്. അതുകൊണ്ട് ഞാനത് എന്തായാലും മാറ്റിയിട്ടാണ്. സാധാരണ രീതിയിൽ ഇത്രയധികം ഉണ്ടെങ്കിൽ സാധാരണ ഇവരൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിയിൽ ഈ നമ്മുടെ കശുവണ്ടിയൊക്കെ ഇട്ടിട്ട് അടിയിൽ തീ കൊടുത്തിട്ട് ഇതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ചുട്ടെടുക്കും. ചുട്ടെടുക്കുമ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ എടുക്കും എന്നാണ് പറഞ്ഞത്. ആ 1/4 മണിക്കൂർ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു തവി വെച്ചിട്ട് നമ്മളിതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് എല്ലാതും കറക്റ്റ് ആ പാകത്തിന് ഇത് വെന്ത് കിട്ടുള്ളൂ. ഇത് വേവുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചൂട് വന്നു കഴിയുമ്പോൾ ഇതങ്ങോട്ട് പൊട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പശ പോലെ ഒരു സാധനം വരും. ആ പശ നമ്മുടെ മേത്തെങ്ങാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോണ മാതിരി തൊലി പൊളിഞ്ഞു പോകും. തൊലി പൊളിഞ്ഞു പോണ മാതിരി എന്നല്ല കേട്ടോ, തൊലി പൊളിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം അറിയാത്ത ആൾക്കാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര റിസ്ക്കാണ്. നമ്മുടെ മേത്താ മുഖത്താ ഞാനത് തെറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണല്ലോ. അത് കാരണം എല്ലാവരും പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ചെയ്യണ്ട, അടുപ്പിലിട്ട് ചെയ്താൽ മതി എന്നാണ്. അടുപ്പിലിട്ട് ചെയ്യാൻ എനിക്കറിയാം. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ എൻ്റെ ചേട്ടനൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അത് കാരണം എനിക്കത് ഇത്ര വലിയ പേടിയില്ല, എനിക്കത് അറിയാം. അപ്പോൾ ചെറുതായിട്ട് പ്ലാൻ ഞാനൊന്ന് മാറ്റി ചട്ടി മാറ്റിയിട്ട് അടുപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അടുപ്പിലോ അല്ലെങ്കിൽ കുറച്ച് വിറകൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കശുവണ്ടി ഇട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. ചട്ടി എന്നുള്ള കാര്യം ആരും അനുകരിക്കേണ്ട കേട്ടോ. അറിയാത്തവർ അനുകരിക്കേണ്ട. എന്നിങ്ങനെ എനിക്കത് ചെയ്തേ പറ്റൂ എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മുതിർന്നവർ ആരെങ്കിലുടെ സഹായത്തോട് കൂടിയിട്ട് അവരുടെ കൺവട്ടത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാൻ എന്തായാലും അടുപ്പത്തിട്ട് ചെയ്യാണ്. എനിക്ക് അങ്ങനെയധികം റിസ്ക് എടുക്കാൻ ഇഷ്ടമില്ല. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് കത്തിക്കണം. അതിന് നമ്മൾ കുറച്ച് ചൂട്ടെടുത്ത് കൊടുക്കണം. ഞാൻ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം നമ്മുടെ തീ ഒന്ന് കത്തിക്കാം. കശുവണ്ടി ഇപ്പം എല്ലാം ഞാൻ അതിലേക്ക് ഇടുന്നില്ല, ഒരു ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. നമ്മൾ നന്നായി തീ കത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പുകയും പൊട്ടറും ചീറ്റണ സൗണ്ടൊക്കെ വരുന്നുണ്ട്. അമ്മേ അങ്ങനെ ചെറിയ ചെറിയ സൗണ്ടുകൾ വരുന്നുണ്ട്. കരിഞ്ഞു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. കുറച്ച് തീ കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ തീ കുറച്ച് മാറ്റാണ്ട. ഈ ഓരോ കശുവണ്ടി ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴുണ്ടല്ലോ നന്നായിട്ട് തീ നന്നായിട്ട് അങ്ങനെ ആളുന്നുണ്ട്. ആയിണ്ടാവൂലേ?
വലിയ പേടിക്കാവുന്ന കാര്യമൊന്നുമില്ല. എന്നാലും മമ്മിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. മമ്മിക്ക് ഇതൊക്കെ പുഷ്പം പോലെ മമ്മി ഇതൊക്കെ ഡീൽ ചെയ്യും. ആൾക്ക് അങ്ങനെ അത്ര വലിയ പേടിയൊന്നും കാണാമല്ലോ അത് അല്ല മമ്മിയെ. ഓ ജാതി പുകയായിട്ട് അവിടെ നമ്മൾ തീ കെടുത്തിയിടുവാണേ. ഇനി ഇതിൽ നിന്ന് ഇങ്ങോട്ട് കോരി പുറത്തോട്ടേക്ക് ഇടണം. ഇതാണ് കുറച്ചുകൂടി ടാസ്ക്. നമ്മളിതേ കോരി എടുത്തുവിടാം. പുകയാണ് കാണില്ല. ഓ ഇത് ഞാൻ കത്തുന്നുണ്ടല്ലോ. ഒരു ട്രിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാറിയിട്ട് വേണം ഇത് നമുക്കിങ്ങനെ ഇതിന് നമ്മുടെ അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. നമുക്ക് അടുത്ത ട്രിപ്പ് ഇതേമാതിരി തന്നെ ചെയ്യാം. വീണ്ടും നമ്മൾ തീ കത്തിക്കുന്നു. ആദ്യം കശുവണ്ടി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് തീയിടാം. കാരണം കനലൊക്കെ നന്നായി ചൂടായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ചെറുതായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. അപ്പുറത്തെ എല്ലാ ഭാഗങ്ങളും ഒന്ന് വെന്തോളും. ഒന്ന് ജസ്റ്റ് നമ്മൾ ഇളക്കി കൊടുക്കുകയാണേ. രണ്ട് ട്രിപ്പ് നമ്മുടെ കശുവണ്ടി നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു കേട്ടോ. അതിൽ രണ്ടാമത്തെ ട്രിപ്പ് കുറച്ച് ഒന്ന് വറവ് കൂടിപ്പോയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. നമുക്കിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇനി അറിയാം. നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പാണ്. നമുക്കൊന്ന് പൊട്ടിച്ച് തുടങ്ങാം. ഇനി എന്തെങ്കിലും ആവാത്തുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഇട്ട് കൊടുക്കാമല്ലോ. ഈ തീക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പൊട്ടിച്ച് നോക്കാം. അയ്യടാ ഒക്കെ കരിഞ്ഞു പോയി. അല്ല ഇത് കേടാ ഉള്ളു. അയ്യോ പ്രതീക്ഷകളില്ലാതായ ചെയ്തിട്ട് ഇത് നല്ലതാണേ. ഒന്ന് കാണുന്നുണ്ടോ നോക്കിയത്. ഒന്ന് എല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടാ. പൊട്ടിച്ചെടുത്തിട്ട് കാണാം. ഭയങ്കര കൊതുവാണ്. വേഗം തന്നെ ചെയ്യട്ടെ കേട്ടാ.